ഈ ഒരു പ്ലാന്റ് നമ്മൾ തൊടുന്നതിന് എല്ലാം അറേഞ്ച് ചെയ്യും. അബുദാബി നമ്മളിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലെ മനാർ എന്ന് പറഞ്ഞിടത്താണ്. മനാർ എന്ന് പറയുന്നത് ലൈറ്റ് എന്നാണ് അതിനർത്ഥം. അപ്പം അതിൻ്റെ ആദ്യം വന്ന് കയറുമ്പോൾ കാണുന്ന മിസ്റ്റാണ് ഈ കാണുന്നത്. നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. അബുദാബിയിൽ നമുക്ക് 45 മിനിറ്റ് യാത്രയുണ്ട് ഇവിടെ നിന്ന്. നമുക്ക് ജുബൈൽ മാൻഗ്രൂവിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ മനാർ അബുദാബി എന്ന് പറയുന്ന ലൊക്കേഷൻ ഉള്ളത്. ഇപ്പം നടക്കുന്ന എക്സിബിഷൻ എന്ന് പറയുന്നത് മനാർ 2.0 എഡിഷനാണ്. അതിന് നവംബർ 15 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ എക്സിബിഷൻ ജനുവരി 4 വരെയാണ് അത് നമുക്ക് ഉള്ളത്. അബുദാബിയിൽ ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് സാജിദ് ഐലൻഡിലും ജുബൈൽ ഐലൻഡിലും അതുപോലെ ഫായിദ് ഐലൻഡിലൊക്കെയാണ് ഈ എക്സിബിഷൻ അബുദാബിയിലുള്ളത്. അലയിലുള്ളവർക്ക് അൽഖത്ര ലൊക്കേഷനിലും അൽജിമി ലൊക്കേഷനിലും മനാർ കാണാവുന്നതാണ്. അവിടെ നവംബർ 1 സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 4 അവിടെയും തീരുന്നത്. ലോക്കലും ഇന്റർനാഷണലുമായിട്ട് ഏകദേശം 35ഓളം ആർട്ട് വർക്കേഴ്സ് ചേർന്നാണ് ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ടീം ലാബിന്റെ തന്നെയാണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ തൊടുന്നതനുസരിച്ച് നമ്മുടെ സ്ക്രീനിൽ അതിന് ചേഞ്ചസ് വരുന്നതാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത രീതിയിലുള്ളത്. ഇതിന്റെ നമ്മുടെ ടച്ച് ഒക്കെ സെൻസ് ചെയ്തിട്ട് അവിടെ ചേഞ്ചസ് വരും. നമ്മൾ കൈ എടുക്കുകയാണെങ്കിൽ അത് നേരെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലോട്ട് വരുന്നതാണ്. ആണല്ലേ, നമ്മളെ ക്യാമറ സെൻസ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ കാണാൻ പറ്റും. അതാണ് ക്യാമറ. ആ ക്യാമറ സെൻസ് നമ്മൾ ടച്ച് ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അല്ലടാ, നമ്മൾ വയ്ക്കുമ്പോഴാണോ? ആ, ഇതല്ലേ. ഓ ശരിയാട്ടോ. ഇങ്ങനെ നോക്കാം, നമ്മളെ ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെ അല്ലേ. Mm-hmm. 12 here in Jubail Island, 1 in Mina, and 7 in Al Ain. Okay. They have a lovely artist. His name is Christian Berg. He's from the US. Okay. The name of the art is Profound Eye. So it looks like a big sculpture, and it tells about how everything is connected and how we see ourselves. And it's inspired by Buddha's idea and by the eyes of the insects. Okay. And it looks like a dome covered with small mirrors. These small mirrors show your reflection by just looking at them. And this is the concept of the artist. And if you keep walking like around the art, the reflection is keep changing. Okay, so I can walk from. No, not slowly, just like from this. Okay. നമ്മളത് വാക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റിഫ്ലക്ഷൻ ചേഞ്ച് ആയി വരുമെന്നാണ് പറയുന്നത്. അതേ കാണുന്നത്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് അനുസരിച്ചിട്ട് ഈ സ്ക്രീനിൽ ലൈറ്റ് ചേഞ്ചസ് ആവുന്നതാണ്. നമ്മുടെ എങ്ങനെയെല്ലാം കൈയും കാലും എല്ലാം അണയ്ക്കുന്നോ അതനുസരിച്ചിട്ടാണ് ഈ ലൈറ്റ് ചേഞ്ച് ആവുന്നത്. നമ്മൾ എങ്ങനെ കാണിക്കും അതുപോലെ പോവാം. അവിടെ ചെറിയ പാർക്കുമെല്ലാം കൊടുത്തിട്ടുണ്ട്, കുട്ടികൾക്ക് വേണമെങ്കിൽ ഊഞ്ഞാലെല്ലാം കാണാനായിട്ട്. ഇവിടെ തൊട്ടടുത്ത് കുറച്ച് ഐസ്ക്രീം ഷോപ്സും അതുപോലെ ചെറിയ ബക്കാല പോലുള്ള ഷോപ്സുകളും തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഫുൾ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എങ്ങോട്ടൊക്കെ പോകണമെന്നുള്ളതും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മാപ്പായിട്ട്. നമുക്കിത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നതാണ്. മണലിൽ കിടന്ന് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി ചെറിയ ഡൂംസൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഓടി കളിക്കാനൊക്കെ അവിടെ നല്ല രസമാണ്. ഈ കാണുന്നതാണ് ട്രിസ്റ്റ് സ്റ്റുഡിയോ. ഇത് നെതർലാൻഡിലെ ആൾക്കാരാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബയോമെട്രിക്കിൽ വെച്ചനുസരിച്ചിട്ട് ഇതിൻ്റെ പൂവിൻ്റെ ഡിസൈനൊക്കെ മാറുന്നതാണ്. നമ്മളിവിടെ ഒരു കിടക്കാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട്. അതിലിങ്ങനെ കിടന്നിട്ട് നമ്മുടെ 2 കൈയും അതിലൊരു സ്കാനറുണ്ട്. ആ സ്കാനറിൽ കൈ വെച്ച് കൊടുത്താൽ നമ്മുടെ ബയോമെട്രിക് അനുസരിച്ചിട്ട് മുകളിൽ നമ്മുടെ പൂവിൻ്റെ റിഫ്ലക്ഷൻ വരികയും ആ പൂവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ റാസൽ ഗെയിമിൽ നിന്ന് കൊണ്ടുവന്ന ഹെവി ആയിട്ടുള്ള റിയൽ സ്റ്റോണിനാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസും അത്യാവശ്യം ചെറിയ ഷോപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതൊരു മീറ്റിംഗ് ഹാളാണ്. അടച്ചിട്ടേക്കുവാണ് അവർ. ഫുഡ് കോർട്ടുണ്ട് നമുക്കിവിടെ. ഫുഡൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ആവശ്യത്തിന് ടിഫൈ തരാം. നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള പ്ലേസ് ഉണ്ട്. ഫുഡ്
ഫുഡ് കോർട്ടിന് അടുത്തായിട്ട് തന്നെ അവരൊരു ഓഡിറ്റോറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനായിട്ട്. പക്ഷേ പ്രോഗ്രാംസ് കൂടുതൽ ഒരു 9 മണിക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 9 മണിക്ക് ട്രോൺ ഷോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിവിടെ ഇരിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് മനാറിൻ്റെ കാഴ്ചകൾ. നമുക്കിവിടെ നല്ല ഭംഗിയായിട്ട് നല്ല ലൈറ്റെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാണാൻ നല്ല ഇതുണ്ട്. ഇവിടെ എവിടെങ്ങളെല്ലാം നല്ല ലൈറ്റെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ മോളിക്യൂൾസ് പോലെയൊക്കെ അതിൻ്റെ പോസ്റ്റൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. വാട്ട് ഈസ് ഹിയർ? It was done by Anchor Studio by 4 artists from Switzerland. Okay. The main idea here is for you to take a walk around the container. Okay. And see how the light shifts into different sequences. Okay. So based on your movements and your body temperature, that's when it starts to play by its own. Okay. You know. So it will sense our body temperature and the movements. Yeah. Okay. According to that, the light will change. True. Okay. Great. Thank you. All right. Please feel free. Thank you very much. All right. നമുക്കിതിന് ചുറ്റും ഒന്ന് കറങ്ങി വരാം. സൗണ്ട് ബാർ എല്ലാം സിറ്റുവേഷൻ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ച് ഇതിന്റെ മൂവ്മെന്റ്സ് എല്ലാം വരുമെന്നുള്ളതാണ് ലൈറ്റൊക്കെ. നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് മാറുന്നതാണ് ഇവിടെ. ചേഞ്ചാണല്ലോ. ഒന്ന് ചേരിയുമ്പം ഒന്ന് തിരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.